I am not that അല്ല presentation ആണത്. അവർക്ക് അവരുടെ ഏറ്റവും ബെസ്റ്റ് സെൽഫ് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് തന്നെ ആയിരിക്കണം. I am terrible at a lot of things and I want to ace in that. Color palettes എനിക്ക് തോന്നുന്നു അതിപ്പോ ഞാൻ ഇന്ദ്രനോട് ചോദിച്ചാൽ ഇന്ദ്ര ഒരു മഞ്ഞ പച്ച നീല അതൊക്കെ നമ്മളെ മനുഷ്യന്മാർ പഠിക്കുന്ന കളേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് അറിയുള്ളൂ. I did have good expectations that was met. They are one of the finest actors the country has, you know. But the mass is always with cinema. I just personally feel that എനിക്കിപ്പം ഇന്നത്തെ കാലത്ത് I don't think I'll do a good job. I was. You were. If you're comfortable, you're confident. Yeah. And if you're confident, you are fashionable. You will put out your best self. സ്ത്രീകളുടെ ജീവിതത്തിൽ chaos ഒന്നും നിങ്ങൾക്കൊക്കെ ഒന്നും അറിയൂലില്ല. I mean, I'm not undermining or belittling anything. No. Hi, this is RJ Vidhyashankar and you're watching me on Madhurageetham. എന്നോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത് ആക്ട്രസ്, ഫാഷനിസ്റ്റ, entrepreneur, ഡിസൈനർ പൂർണിമ ഇന്ദ്രജിത്ത്. Thank you so much. പക്ഷെ ഐ ഡു അണ്ടർസ്റ്റാൻഡ് ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ രഘുനാഥ് പല്ലിരി സാറിന്റെ മൂവി റിലീസാണ് ജൂൺ 14 റിലീസ്. ഒരു മുറി ഒരു കട്ടിൽ ഒരു കട്ടിൽ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് എന്തുകൊണ്ട് ഒരു കട്ടിൽ ഒരു മുറി എന്ന് ചോദിക്കുന്നവരുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ആ ഒരു ട്വിസ്റ്റ് തന്നെയാണ് ആ പടത്തിന്റെ ഒരു എലമെന്റ്. കാരണം പാലേരി സാറിന്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിന്റെ സിനിമ ടൈറ്റിൽസ് എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിൽസ് ആയിരിക്കും. സ്ക്രിപ്റ്റിലും ഭയങ്കര ക്യാരക്ടേഴ്സിന്റെ ഓരോ പ്ലോട്ടും ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓഡിയൻസിന് മനസ്സിൽ കൊള്ളുന്ന കാര്യങ്ങൾ അദ്ദേഹം ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമ്മൾ പഴയ സിനിമകൾ ആലോചിച്ച് ഇന്നും ആ കഥാപാത്രങ്ങൾ നമ്മളെ വിട്ടു പോവാറില്ല അല്ലേ. അത് ചരിത്രമാണ് സിനിമ, മലയാള സിനിമയുടെ ചരിത്രത്തിൽ അത് പൊന്മുട്ടയിടുന്ന താറാവ്. So many movies come flooding into your head. അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് അങ്ങനെ ഒരു ഓഫർ എനിക്ക് വന്നു എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലൂടെ നമുക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം വരച്ച പേനയിലൂടെ ഒരു കഥാപാത്രത്തിന് ജീവൻ കൊടുക്കാൻ പറ്റാന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് ശരിക്കും ഭാഗ്യം ഒന്നുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കൈവന്ന് വീണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം നല്ല രീതിയിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്നാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷനും ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഡെസ്റ്റിനി ഉണ്ട്. സോ ഐ എം ഹോപ്പിംഗ് ദാറ്റ് ദിസ് ഫിലിം ബ്രിങ്സ് everyone associated with the film lot of luck and happiness. We wish you the very best too and the whole cast and crew of the movie. നല്ലൊരു റിലീസ് ആവട്ടെ, നല്ലൊരു വിജയം, നല്ല ഇൻട്രസ്റ്റിംഗ് ഫിലിമാ. ഒരു കുട്ടി റോം-കോം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ടീസർ ലുക്സ് വെരി പ്രോമിസിംഗ്. Yeah, it is very പ്രോമിസിംഗ്. ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടും ആണ്. കാരണം നമ്മൾ കണ്ടുവരുന്ന കഥകളല്ലെങ്കിൽ അല്ലെങ്കിൽ വായനാശീലം വളരെയധികം ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. കാരണം കൂടുതൽ ബുക്സിലാണ് ഇങ്ങനെ ഫിക്ഷസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു ഫെയറി ടെയിലിഷ് ജോണറൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ എഴുത്തിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരിൽ പലരെയും നമുക്ക് ഈ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. So I'm really looking forward to genre of course. Raghunath sir's writing ആണ്. So നിസ്സംശയം പറയാം, it's going to be a very different experience. വർക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര നന്നായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് തിയേറ്ററിൽ കാണാം. Right. And you have been seamlessly switching between big screen, small screen. ഇപ്പോൾ OTT. Kalapani was well received. ഇനി അടുത്തും I think I am working on a couple of OTT series. Kalapaniയുടെ റിസപ്ഷൻ ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് അത്. ഒന്ന്, നമ്മൾ ചെയ്യുന്നൊരു വർക്ക് മറുഭാഷയിലാവുമ്പോഴത്തേക്കും നമുക്കുള്ള പ്രഷർ ഭയങ്കര കൂടുതലാണ്. നമ്മൾ എന്തൊക്കെ നമ്മൾ ഡിക്ഷൻ ട്രെയിനിങ് എടുത്താലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചിന്തിക്കുന്ന ഭാഷ വേറെ അല്ലേ. സോ പിന്നെ പെട്ടെന്ന് ലിറ്ററലി നോ വൺ ഡെയർ. ഇനി പറഞ്ഞ പോലെ അവർക്കറിയാം ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു ആക്ടറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ പോലും ഇന്നത്തെ OTT സീനിൽ നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഇന്ന റീജിയൻ ബേസ്ഡ് അല്ല, എല്ലാവരും എവ്രിവൺ ഇസ് ദെയർ ഡിപ്പെൻഡിങ് ഓൺ ദെയർ ടാലൻറ്റ്. സോ നമുക്കും ഒരു എഗ്രഷൻ ഉണ്ട് ഇൻ ടേംസ് ഓഫ്
bringing out your best self, you know. Right. So you're very hardworking. The team is very hardworking. So ആ ഒരു പ്രോസസ്സിനോട് ഫുൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് at the end of it ഒരു റിസപ്ഷൻ കിട്ടുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്, ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വേറെ 2 പ്രോജക്ട്സും കൂടെ ചെയ്തിട്ടുണ്ട്. 2025 റിലീസ് ചെയ്യുക. ഭയങ്കര എക്സൈറ്റിംഗ് പ്രോജക്ട്സ് ആണ്. അപ്പോൾ അതും ഹിന്ദിയിൽ തന്നെയാണ്. So we look forward to seeing everything. Yes, we look forward to seeing your movies and OTT series, web series. Yes. And Poornima is with ipo varuna one is YRF ന്റെ ഒരു പ്രോജക്റ്റ് ആണ്. OTT ൽ വരുന്നത്, Netflix ൽ വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഈ KK Menന്റെ കൂടെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജിയോ സിനിമാസിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്. അതും ഭയങ്കര സന്തോഷമുണ്ട്. I look forward to it. I look forward. Yeah, we too. Yeah. We do too. Now I feel like a little girl in a toy store. Everything looks like that. Do you think, like, because of OTT, the scope of characters that you can do, the work that you can do, അതിന്റെ സ്കോപ്പ് നല്ലപോലെ ബ്രോഡൻ ആയിട്ടുണ്ടെന്ന് ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കേണ്ട കാര്യമില്ല. എത്ര ഞാനിപ്പോ ഈ കലാപനിയിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്ന കീ പെർഫോമേഴ്സ് എല്ലാവരും തന്നെ തിയേറ്റർ ആക്ടേഴ്സ് ആണ്. ആൻഡ് അവർക്കൊക്കെ കിട്ടുന്ന അവരുടെ തിയേറ്റർ ആക്ടേഴ്സിന്റെ ഏറ്റവും ബെസ്റ്റ് ഫേസ് ആണ് ഇപ്പോൾ ആക്ച്വലി മീഡിയ അവർക്ക് തിരിച്ച് നൽകുന്നത്. ബിക്കോസ് ദേ ആർ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ദ കൺട്രി ഹാസ്, യു നോ. പക്ഷെ ദ മാസ് ഇസ് ഓൾവേസ് വിത്ത് സിനിമ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്കും ആ ഒരു ഫുട് ഹോൾഡ് എല്ലാവർക്കും ഒരുപോലെ തന്നെ കിട്ടിയിട്ടില്ല. പക്ഷെ OTT വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ഔട്ടായി. കാരണം OTTയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്കിപ്പം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തീർന്നു പോകേണ്ട കാര്യമല്ല. ഓരോ എപ്പിസോഡും ഓരോ മണിക്കൂറാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഫ്രീഡം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഫ്രീഡം കുറച്ച് കൂടുതലുണ്ട് ഇൻ ടേംസ് ഓഫ് ആക്ടേഴ്സിന്. കാരണം ഓരോ ആക്ടറിനും ആ ആക്ടറിന്റെ ഗ്രാഫും ആക്കും ക്യാരക്ടർ ആക്കൊക്കെ കറക്റ്റ് ബിൽഡായി അങ്ങനെ ഒരു കംപ്ലീഷനോടുകൂടി പെർഫോമൻസ് കിട്ടും. അപ്പൊ അത് ഒരു ഫുൾഫില്ലിംഗ് ആണ് കുറച്ചുകൂടെ, യുനോ. അപ്പൊ അത് ഏറ്റവും കൂടുതൽ. പിന്നെ റിഗാർഡ്ലെസ് ഓഫ് വെദർ യു ആർ എ സ്റ്റാർ ഓർ നോട്ട്, ഈക്വലി ഹൂഎവർ ഇസ് ടാലന്റഡ് ഹാസ് a role or a place here. Even then it is competitive. അവിടെയാണ്. ബിക്കോസ് അത്രയും ടാലന്റ് ഉണ്ട്, അത്രയും ടാലന്റും അത്രയും ഹാർഡ് വർക്കിംഗ് ഉണ്ട്. സോ that makes the place better place, alle? Absolutely. I think the next thing I have to say is a big thank you to you. The reason being, I love interviewing people, and there are some people that we keep on watching, and Kada Iduvare is definitely. Thank you so much. So no offense to any other person who is interviewing, but our series of interviews, when I see there is always there is a personal touch, but there is a dignified distance that is maintained. There's a boundary. There is a boundary. The other person has never asked questions which are irking them, making it difficult. I've heard your answer already in an interview. How you do that about your personal code and personal rule book. അല്ല, പക്ഷെ അന്നത്തെ കാലത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയും വേറെയായിരുന്നു കേട്ടോ. ബിക്കോസ് ഐ തിങ്ക് പോസ്റ്റ് ഒരു മീഡിയ സ്പെസിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഹാഡ് എ ഹ്യൂജ് വേവ്, ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഹൗ ദ ലാംഗ്വേജ് ആൻഡ് ദ അപ്രോച്ച് ആൻഡ് ദ ജനറൽ ഗ്രാമർ ഓഫ് എവറിത്തിങ് ഹസ് ചേഞ്ച് സോ മച്ച്, അല്ലേ? സോ അന്നത്തെ കാലത്ത് ഞാൻ ചെയ്തിരുന്നത് കഥ ഇതുവരെ ചെയ്തിരുന്നപ്പോൾ 14 വർഷം മുന്നേ ചെയ്ത ഷോ ആണ്. 14 വർഷം മുന്നേ ചെയ്ത ഷോ, ഐ എം റൈറ്റ്. ആൾക്കാർക്ക് ക്ഷമയുണ്ട് 1 മണിക്കൂറുള്ള ഇന്റർവ്യൂ കാണാൻ. അത്രയും ഫുട്ടേജ് കിട്ടിയാൽ പോലും അവർക്ക് ഓക്കെയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ടു കീപ് them attentive ആയിട്ട് അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക എന്ന് പറയുന്നതാണല്ലോ ഇപ്പോൾ ഒരു വലിയ ടാസ്ക്. സോ അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂസിന്റെ ഒരു അപ്രോച്ച് ഭയങ്കര വേറെയാണ്. പക്ഷെ എനിക്ക് ഐ ജസ്റ്റ് പേഴ്സണലി ഫീൽ ദറ്റ് എനിക്കിപ്പം ഇന്നത്തെ കാലത്ത് ഐ ഡോണ്ട് തിങ്ക് ഐ ഡു എ ഗുഡ് ജോബ്, വെരി ഓണസ്റ്റ്ലി. എനിക്ക് ഐ ഡോണ്ട് ഗെറ്റ് ദ പൾസ് റൈറ്റ്, മേ ബി, ഐ ഡോണ്ട് നോ. പക്ഷെ കഥ ഇതുവരെയിൽ ഞാൻ it was a learning curve for me in a lot of way. കാരണം ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന എത്രയോ കൊല്ലമായിട്ടുള്ള ബോഡി ഓഫ് വർക്ക്, ഇമ്മൻസ് ബോഡി ഓഫ് വർക്കുള്ള ആൾക്കാരുടെ മുമ്പിൽ അവരുടെ ജീവിത ചരിത്രം അവർ പറയുമ്പോൾ അതിനോടൊപ്പം ഒരു കൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രികയായിട്ട് മാത്രമാണ് ഞാൻ കൂടെ ഉണ്ടാവുന്നത്. അപ്പൊ അതിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് that was my biggest homework. അത് was only possible if I learnt about them.
അവരുടെ ജീവിതം, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ജീവിത യാത്രയിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്ത് ഒരു പ്രോപ്പർ സ്റ്റഡി നടത്തി കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ദ ഗസ്റ്റ് ഹാസ് സോ മച്ച് മോർ ടു സേ. കാരണം അവർ പോലും മറന്നു പോയിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മൾ അവരുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ടേക്സ് ദം ബാക്ക് ഇമ്മീഡിയറ്റ്ലി ടു ദാറ്റ് ടൈം. ഇറ്റ് മേക്സ് ദം വെരി വൾണറബിൾ. ആൻഡ് വെൻ എ പേഴ്സൺ ഇസ് വൾണറബിൾ, ഹീസ് ഇൻ ഹിസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫോം അല്ലേ. സോ ടു ഗിവ് ഹിം ദാറ്റ് കംഫർട്ട് ഇസ് വാട്ട് ആസ് എ host I always try. And that has been a very strong learning curve. There have been interviews where ഒരു ഒറ്റ മണിക്കൂർ ഷോയ്ക്ക് 7 മണിക്കൂർ ഫുട്ടേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 ഷോ ആക്കി. ബിക്കോസ് അത്രയും ഉണ്ട് അവർക്ക് പറയാൻ. They spoke so much and they spent അത്രയും സമയം നമ്മുടെ കൂടെ ചെലവഴിക്കുകയാണ്. അപ്പൊ അത് അവർക്ക് അത്രയും നമ്മളോടുള്ളൊരു കംഫർട്ടും they also felt that they had to unwind themselves. അപ്പം അങ്ങനെയുള്ള അത്രയും ബോഡി വർക്കുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് കർവ് ആയിരുന്നു ഇൻ ടേംസ് ഓഫ് ഹൗ ഗ്രൗണ്ടഡ് വി ഹാവ് ടു ബി ഇൻ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം. ഭയങ്കര ഇവരെല്ലാവരും മുമ്പിൽ വന്ന ഓരോ കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ ഒരു ഗുഡ് 20-25 years ആണ് റേറ്റ് ചെയ്യുന്നത്. സോ that has been I consider it as one of the most important work phase in my life. Right. So if at all you decide to start a podcast, please do have audience like us in our mind, because we would love to hear you interviewing others, and we would love to see some nice conversations which we can sit back and relax. And it's big learning experience, as you said. Big learning experience. And I got something to learn from you. Like according to what you said in my next interviews. And I keep telling this to all my interviewers also. And the guest feels honored and humbled when he knows that the host is well prepared. Right. Agree. Can't agree more. So he's in his best. ഗസ്റ്റിന് ഏറ്റവും കംഫർട്ടബിളും കോൺഫിഡന്റ് ആയിട്ടുള്ള പൊസിഷൻ ഓൾറെഡി നിങ്ങൾ എത്തി കഴിഞ്ഞു. പിന്നെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് he will only give you contribute to everything, you know. He'll add it up. Very true. ഇനിയും നിരവധി ഫാസറ്റ്സ് ഉണ്ട് പൂർണിമയുടെ പേഴ്സണാലിറ്റിയിൽ കവർ ചെയ്യും. ഇപ്പൊ നമ്മള് ഫാഷന്റെയും ആക്ടിങ്ങിന്റെയും എംസിങ്ങിന്റെയും കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. Everybody knows you're a brilliant dancer. I was. You were. Do we get to see you in that avatar again? ഒരു ഘട്ടത്തിൽ ഒരു മുറി ആ സിനിമയിൽ വേണ്ടിയിട്ട് ഞാൻ ഡാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പഠിച്ച് അപ്പൊ ഞാൻ ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്റ്റെപ്പൊക്കെ കാണിക്കാൻ. പക്ഷെ I had an injury on set while shooting. അപ്പോ അതിനുശേഷം പിന്നെ മൊത്തം ഒന്ന് റീഫോർമാറ്റ് ചെയ്യേണ്ടി വന്നു. ബട്ട് എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തു. പ്രാക്ടീസ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിഷമേ ഉള്ളൂ. അത് ഗിൽറ്റാണ് ആക്ച്വലി, വിഷമമല്ല. ബിക്കോസ് ഐ ഫീൽ വെരി ഗിൽറ്റി ഫോർ യുനോ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹാർഡ് കോർ പ്രാക്ടീസ് ആയിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗുരുക്കന്മാരായിരുന്നു. കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ആയിരുന്നു ഡാൻസ് ഫോമിന് എന്തൊക്കെ. അപ്പം അങ്ങനെ അത് ആ ഒരു എക്സിസ്റ്റൻസ് ഒന്നും ഇന്നത്തെ ഒരു കാഷ്വൽ ആയിട്ട് പോയിട്ട് എന്നാൽ നമുക്ക് 2 സ്റ്റെപ്പ് ഇട്ട് കളിക്കാം എന്ന് പറയുന്നതിലോട്ട് വരുന്നില്ല എനിക്ക്. ഐ ഫീൽ ദറ്റ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പെർഫെക്റ്റ് ആക്കി ഞാൻ എൻ്റെ മൈൻഡിൽ ഡാൻസ് കളിച്ചിരുന്ന എൻ്റെ പഴയ ഞാനാ. ആ പെർഫെക്ഷനിലോട്ട് എന്നെ എത്തിക്കണമെങ്കിൽ ആ പ്രാക്ടീസ് എനിക്ക് വേണം. അപ്പോ അതിനുള്ള സമയം ഞാൻ തന്നെ കണ്ടെത്തണം. ഐ എം ടോക്കിംഗ് ടു മൈസെൽഫ്. ഓക്കേ, ഐ എം നോട്ട് ടെല്ലിംഗ് യു എനിത്തിങ്. ഐ എം ടോക്കിംഗ് ടു മൈസെൽഫ്. So yeah, let's hope അങ്ങനെ അതായിരിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം കൂടുതൽ കൊടുക്കുന്ന കാര്യം. അപ്പൊ കൂടുതൽ ഡാൻസ് പെർഫോമൻസസിലും കാണാൻ സാധിക്കട്ടെ ഞങ്ങൾക്ക്. ചെയ്യണം. And over 20 years. പ്രായം കയറി പിടിക്കുന്നതിന് മുമ്പെങ്കിലും. You're being too humble now. ഇപ്പൊ over 20 years media industry, I'm sure you had your highs, you had your lows. You had days when you celebrated, you had days when you would have thought ഇത് എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു പിന്നെ അല്ലേ, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും പൂർണിമയെ കാണുമ്പോൾ there is ഒരു എലിഗൻസ് and there is a calmness. ഇപ്പൊ ചിലവരുണ്ടാവും ഭയങ്കര നെർവസ് ആണെങ്കിൽ അങ്ങനെ കാണിക്കുന്നവർ, ചിലവർ ബൈ നേച്ചർ അങ്ങനെയാവും. You come across like somebody who practices Zen or something like that. How do you drown out the noise and always like okay നോക്കാം നമുക്ക് calm personality? How does that happen? I am not that calm. അല്ല
Presentation ആണത്. No, I'll be very honest. It is not easy. It is a little difficult to stay calm in chaos. Right. But then ഈ chaos തന്നെയാണ് ലൈഫ് എന്ന് മനസ്സിലാക്കുമ്പോൾ I think you make calmness a practice. We are all doing it in our different capacities. എനിക്ക് കൂടുതലും എനിക്കൊന്ന് നമ്മൾ ഈ ഇത് ഇൻഡസ്ട്രിയിലായതുകൊണ്ട് മീഡിയയിലല്ലേ വിഷ്വലി നമ്മൾ ഭയങ്കര പെട്ടെന്ന് ആൾക്കാർക്ക് കാണാൻ പറ്റുകയും ഗ്രഹിക്കാൻ പറ്റുകയും എക്സ്പ്രസീവ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം ആ ഒരു കാംനെസ് ജോലിക്കും വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ആൻ ആക്ടർ നീഡ്സ് ഫ്രീഡം ദ മോസ്റ്റ്, റൈറ്റ്? ആൻഡ് ഒരു കെയോട്ടിക് സാഹചര്യങ്ങളിൽ ഒരിക്കലും ഒരു ആക്ടറിനെ ത്രൈവ് ചെയ്യാൻ പറ്റില്ല. സോ ഇഫ് ഐ എം നോട്ട് പ്രാക്ടീസിങ് കാംനെസ് ഐ എം ഓൾസോ പുട്ടിങ് എ ത്രെറ്റ് ടു ദാറ്റ് പാർട്ട് ഓഫ് മൈ ജോബ്. സോ ആക്റ്റീവായിട്ട് കാംനെസ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ അറിയാം ഉള്ളിൽ തന്നെ ദറ്റ് ഐ ആം നോട്ട് ഗുഡ് അറ്റ് ലോട്ട് ഓഫ് തിങ്സ്. എനിക്കുള്ള ആങ്സൈറ്റീസും എൻ്റെ വീക്ക്നെസ്സും എല്ലാം എനിക്ക് കറക്റ്റായിട്ട് അറിയാം, എൻ്റെ സ്ട്രെങ്ത്തും എനിക്ക് കറക്റ്റായിട്ട് അറിയാം. So the thing is, I'm okay with whatever weakness I have. I've accepted it. And I try to work around it. So it brings a little more peace in situations. ഇപ്പോൾ ഇതെൻ്റെ വീക്ക്നെസ് ആണെങ്കിൽ ഇതെൻ്റെ വീക്ക്നെസ് ആണ്, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ കണ്ടീഷനിങ് വെച്ച് നമ്മൾ പറഞ്ഞ് വളർത്തിയിരിക്കുന്നത് നമ്മുടെ വീക്ക്നെസ് നമ്മൾ ഓവർകം ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. ശരിയാണ്, നമ്മുടെ വീക്ക്നെസ് നമ്മൾ ഓവർകം ചെയ്യാൻ പഠിക്കണം. പക്ഷെ അത് തന്നെ ഒരു മാൻഡേറ്ററി കോളം ടിക്ക് ചെയ്യണം എന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ ഇൽ ഗിവ് യു എ ലോട്ട് ഓഫ് ആങ്സൈറ്റി. ഞാൻ ചെയ്തിട്ടുണ്ട് അത് കുറേ. ഐ എം ടെറിബിൾ അറ്റ് എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ഐ വോണ്ട് ടു ഏസ് ഇൻ ദാറ്റ്. ഇപ്പൊ ചില സമയത്ത് എനിക്ക് തന്നെ തോന്നുന്നു എനിക്ക് സിൻഡ്രല്ല സിൻഡ്രോം ആണെന്ന് തോന്നാറുണ്ട്. കാരണം എല്ലാം ഞാൻ തിരി ചെയ്യും. ഞാൻ രാവിലെ എഴുതിട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് എല്ലാം ഞാൻ തിരി ചെയ്യും. ആൻഡ് ആ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് അതെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റണം, ചെയ്യുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. That's what all of us try. But I feel that a lot of things you can go wrong and it is okay. Understand that, delegate it. പറ്റുന്ന അത്രയും ഡെലിഗേറ്റ് ചെയ്യുക ടു മേക്ക് your life a little more comfortable. Right. All this is a practice. It's still a chaos. Right. It's still a chaos, I'm telling you. Right. So may you remain this calm in all the chaos, and may it be good chaos all good around chaos, you. yeah. May it all be good chaos with the upcoming release, with the. We'll have a very boring life if we have no chaos. Trust me. I can be bored. It's okay. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ഓപ്പോസിറ്റ് ജെൻഡറോട് സംസാരിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു സൗണ്ട് സെക്സിസ്റ്റ്, ബട്ട് ലെറ്റ് മീ ടെൽ യു സംതിങ്. ഐ തിങ്ക് സ്ത്രീകളുടെ ജീവിതത്തിൽ chaos ഒന്നും നിങ്ങൾക്കൊക്കെ ഒന്നും അറിയൂലില്ല. ഒന്നും അറിയൂ നിങ്ങളുടെ ഐ മീൻ ഐ എം നോട്ട് അണ്ടർമൈനിങ് ഓർ ബിലിറ്റിലിംഗ് എനിത്തിങ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്. ഇമോഷണലി ഐ ഫീൽ ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി കുറച്ച് കൂടുതൽ സ്ത്രീകൾക്കുള്ളത് കൊണ്ട് ഇറ്റ് ബിക്കംസ് എ ലിറ്റിൽ മോർ chaotic for them, because they have to first of all take care of their own emotions അല്ലേ. പിന്നെ on top of that there are so many emotions being parked on them, which they are responsible for, or we call them responsible for അല്ലേ. അപ്പൊ അതൊരു it becomes a little fix ഒരു traumatic situation because you but then we know how to handle ourselves in that and we navigate our way forward. Right. And navigating the way forward matrala while donning multiple roles as you are doing, like all respect to every woman, everybody is doing that, but since I'm interviewing you, I have to mention that you've been doing all of these roles. It all comes down with the choice. ഞാൻ എപ്പോഴും പറയും നമുക്ക് പ്രിവിലേജ് ഉണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. But then ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്ന എത്രയും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക. And invest in the process. Don't invest or get emotional with the output of it. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. In fact, I was telling Mridula on the way here. I was telling Mridula, you should, when you get very invested, no, and outputലേക്ക് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ആവും. Right. I think outcome of Miss and Mrs. Malayali നന്നായോണ്ട് Mridula would have been in receptive mood. Now that there is Mridula, Poornima, I'll listen to you. I know, yeah. But thank you so much. I cannot thank you enough. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ having this conversation. Yeah, it's a lovely place with lovely people. I'll always want to come back to Canada. Really, a lot of warmth with people around, and
It's good. Thank you. We loved having you here in Canada. ഇനിയും വരാൻ സാധിക്കട്ടെ, കുടുംബത്തോടൊപ്പവും വരാൻ സാധിക്കട്ടെ, വീട്ടിലുള്ള എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു. And wish you the very best in all your aspects of career. Thank you so much, Vidya. This is very, very humbling for me. I have to be very honest with you. And I really enjoyed it. Thank you so much. Thank you, Poornima. So, viewers, this was Poornima Indrajith and I'm RJ Vidhyashankar signing off. You are watching us on Madhurageetham. Do subscribe to our Madhurageetham YouTube channel for such more good interviews. Thank you So much.